മുതലപ്പുഴയിൽ മത്സ്യബന്ധനത്തിനിടയിൽ അപകടത്തിൽപ്പെട്ട് കാണാതായ ഷിജിലിനായി 9-ാം ദിവസം നടത്തിയ തെരച്ചിലും നിഷ്ഫലമായി. രാവിലെ 5:30-ക്ക് എത്തുമെന്ന് പറഞ്ഞ സ്കൂബ ടീം എത്താൻ വൈകിയതും ഉച്ചയ്ക്ക് ശേഷം കാലാവസ്ഥ പ്രതികൂലമായതും തിരിച്ചടിയായി. ഇന്നലെ രാത്രിയോ ഇന്ന് അതിരാവിലെയോ പോലും സ്കൂബ ടീമിനെ വിളിക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ വീഴ്ച വരുത്തിയതാണ് ടീം വൈകാൻ കാരണം. മുതലപ്പുഴയിൽ കാണാതായ ഷിജിനു വേണ്ടി 9-ാം ദിവസം രാവിലെ 5:30 മണിയോടുകൂടി തെരച്ചിൽ ആരംഭിക്കുമെന്നായിരുന്നു സർക്കാർ സംവിധാനങ്ങളും മന്ത്രിയും നൽകിയിരുന്ന ഉറപ്പ്. തെരച്ചിലിനായി സ്കൂബ ടീമും എത്തുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ രാവിലെ 12 മണിയായിട്ടും ഇത്തരത്തിൽ സ്കൂബ ടീം എത്താതെ വന്നതോടെ കുടുംബം അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി. 5:45 ഇവിടെ ഇറങ്ങുമെന്ന് പറഞ്ഞതാ, ഇതുവരെ ഇവിടെ ആരും വന്നിട്ടില്ല. അവർ പറഞ്ഞു ഇപ്പോൾ വരുന്നു അങ്ങനെ പറയുന്നതല്ലാതെ വേറെ ഒരു ഇതുമില്ല. സ്ഥലത്തെത്തിയ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സർക്കാർ സംവിധാനങ്ങളുടെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി വിമർശനം ഉന്നയിച്ചു. ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടോ, ആ ഗവൺമെൻറ് നാഥനുണ്ടോ? എല്ലാ വകുപ്പും പരാജയപ്പെട്ടിരിക്കുന്നു. ഫിഷറീസ് വകുപ്പ്, റവന്യൂ വകുപ്പ്, പൊതുഭരണ വകുപ്പ് എന്ന് വേണ്ട എല്ലാ വകുപ്പുകളും ഒരുപോലെ പരാജയപ്പെട്ടിരിക്കുന്നു. ഒടുവിൽ കാത്തിരിപ്പുകൾക്ക് അവസാനമായി സ്കൂബ ടീം 12:30യോടുകൂടി സ്ഥലത്തെത്തി. നടത്താൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ടീം വിശദീകരിച്ചു. നമ്മൾ 4 പേരടങ്ങുന്നത്, ഇപ്പം നമ്മൾ 2 പേരിറങ്ങും, ബോഡി കിട്ടുക എന്ന ഒരാളുടെ ഇറങ്ങി നമ്മൾ ബോഡി റിക്കവർ ചെയ്യും. വളരെ വേഗം സംഭവ സ്ഥലത്തേക്ക്. അവിടെ തെരച്ചിൽ ആരംഭിച്ച് 1 മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പേ കാലാവസ്ഥ പ്രതികൂലമായി. വളരെ വേഗം തെരച്ചിൽ അവസാനിപ്പിച്ച് സംഘം കരയ്ക്ക് കയറി. ഏത് വിധേനയാണ് തെരച്ചിൽ നടത്തിയതെന്ന് സംഘം ഇങ്ങനെ വിശദീകരിച്ചു. ഓക്കെ, നമ്മൾ ലോക്കൽസ് പറഞ്ഞ ഏരിയ നമ്മൾ മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. അവരാ ഏരിയ പറഞ്ഞ് നമ്മൾ സർക്കിൾ പാറ്റേണിൽ ഫുൾ ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മേളിക്കേറി വന്ന് പിന്നെ ഒരു പാറ്റേൺ അടിച്ച് വേറെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് നോക്കാൻ നോക്കുമ്പോഴാണ് നല്ല റഫായത്. ഒടുവിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയം. ഇല്ല, ഇന്നലെ അറിയിച്ചവരെ എനിക്കറിയില്ല. നമ്മൾ അറിഞ്ഞത് ഇന്ന് രാവിലെയാണ്. ഫിഷറീസ് ഏരിയയാണ്. ഇതിനു മുമ്പ് നമ്മൾ എൻക്വയറി ചെയ്തിരുന്നു, പക്ഷേ അന്ന് കാലാവസ്ഥ ഭയങ്കര റഫായിരുന്നുകൊണ്ട് പറ്റില്ല എന്ന് തന്നെ പറഞ്ഞിരുന്നു. അതിനുശേഷം ഇന്നാണ് കാലാവസ്ഥ ഒതുങ്ങിയത്. അപ്പോൾ ഇന്ന് അവിടെ വിളിച്ചു, നമ്മൾ അതിനുശേഷം ഇവിടെ എത്തുകയും ചെയ്തു. സ്കൂബ ടീമിനെ ഇവിടേക്ക് വരണമെന്നുള്ള വിവരം അറിയിച്ചത് രാവിലെ 10 മണിക്ക് മാത്രമാണ്. 10:30യോടുകൂടി അവർ അവിടെ നിന്ന് പുറപ്പെടുകയും 12:30യോടുകൂടി സ്ഥലത്തെത്തുകയും ചെയ്തു. എന്നാൽ സർക്കാർ പറഞ്ഞത് ഇന്ന് രാവിലെ 5:30 മണിയോടുകൂടി തെരച്ചിൽ ആരംഭിക്കുമെന്നും സ്കൂബ ടീം സജ്ജമാണെന്നുമായിരുന്നു. മുതലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ സനൽകുമാറിനൊപ്പം എബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.